നമസ്കാരം. കേരളത്തിൽ വേനൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് സൂര്യപ്രകാശത്തിന്റെ തീവ്രത അപകടകരമായ നിലയിൽ തുടരുന്നു. മഴ പെയ്താലും അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോതിൽ കുറവില്ല എന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും വെയിലിന്റെ തീവ്രതയ്ക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിലെ ചൂട് താൽക്കാലികമായി കുറയ്ക്കുവാൻ മഴ സഹായിക്കുന്നുണ്ടെങ്കിലും സൂര്യനിൽ നിന്നുള്ള മാരകമായ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ പ്രതിരോധിക്കുവാൻ ഇത് പര്യാപ്തമല്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. നിലവിൽ സംസ്ഥാനത്തെ പല ജില്ലകളിലും UV സൂചിക അപകടകരമായ നിലയിലാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 8 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, തൃത്താല, പൊന്നാനി, മാനന്തവാടി എന്നിവിടങ്ങളിലും UV വികിരണത്തിന്റെ തോത് സാധാരണയേക്കാൾ കൂടുതലായിട്ടാണ് തുടരുന്നത്. സാധാരണയായി ആകാശമേഘങ്ങളാൽ പൂർണ്ണമായി മൂടപ്പെട്ടാൽ മാത്രമേ UV വികിരണത്തിന്റെ അളവ് ഗണ്യമായി കുറയുകയുള്ളൂ. എന്നാൽ നിലവിൽ ലഭിക്കുന്ന വേനൽ മഴ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മാത്രമാണ് ലഭിക്കുന്നത്. കുറഞ്ഞ സമയത്തേക്ക് മാത്രം പെയ്യുന്ന മഴയ്ക്ക് ശേഷം ആകാശം പെട്ടെന്ന് തെളിയുന്നതിനാൽ വികിരണത്തിന്റെ തോത് അതിവേഗം ഉയർന്നു. ഇത് ജനങ്ങളിലൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നത്. തുടർച്ചയായി കൂടുതൽ സമയം UV രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പ്രധാനമായും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയാണ്: ചർമ്മത്തിൽ പൊള്ളൽ ഉണ്ടാകുന്ന സൂര്യതാപം, വിവിധ തരം ത്വക്ക് രോഗങ്ങൾ, കണ്ണിന് അസ്വസ്ഥതയും ദീർഘകാലാടിസ്ഥാനത്തിൽ തിമിരം പോലുള്ള നേത്ര രോഗങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ മുൻകരുതലുകൾ കർശനമായും പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ വകുപ്പ് അഭ്യർത്ഥിക്കുന്നത്. പകൽ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പുറത്തിറങ്ങുന്നവർ കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക. അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക. ദാഹം തോന്നിയിട്ടില്ല എങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ, മഴ പെയ്യുമ്പോൾ ലഭിക്കുന്ന തണുപ്പിൽ ജാഗ്രത കൈവിടരുത്. വെയിൽ തെളിയുന്ന നിമിഷം മുതൽ UV രശ്മികൾ വീണ്ടും സജീവമാകുമെന്നതിനാൽ കരുതിയിരിക്കുക. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ ഭൂപടം അനുസരിച്ച് വിവിധ ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മധ്യ വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. ഇന്ന്, അതായത് മാർച്ച് 2 മുതൽ മാർച്ച് 6 വരെയുള്ള 5 ദിവസത്തെ മഴ പ്രവചനമാണ് പുറത്തുവന്നത്. മാർച്ച് 2, 3 തീയതികളിൽ എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മാർച്ച് 4 മഴ കൂടുതൽ വടക്കോട്ട് വ്യാപിക്കുവാൻ സാധ്യതയുണ്ട്. തൃശൂർ, മലപ്പുറം ജില്ലകളിൽ അന്നേ ദിവസം മഴ ലഭിച്ചേക്കാം. മാർച്ച് 5, 6 തീയതികളിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഴ തുടരുവാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നിലവിൽ ഈ ജില്ലകളിൽ ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനർത്ഥം നേരിയ മഴയോ മിതമായ മഴയോ ലഭിക്കാം. 2.5 മില്ലിമീറ്റർ മുതൽ 15.5 മില്ലിമീറ്റർ വരെയാണ് പ്രതീക്ഷിക്കാവുന്ന മഴ. നിലവിൽ ഒരിടത്തും യെല്ലോ, ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. മഴ പ്രവചനം നിലവിലുണ്ടെങ്കിലും സൂചിപ്പിച്ചതുപോലെ തന്നെ സൂര്യപ്രകാശത്തിന്റെ തീവ്രതയും UV വികിരണത്തിന്റെ ഉയർന്ന നിലയിൽ തന്നെ തുടരുവാൻ സാധ്യതയുണ്ട്. അതിനാൽ മഴ പെയ്യാത്ത സമയങ്ങളിൽ വെയിലേൽക്കുന്നത് തീർച്ചയായും ജനങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ആറ്റുകാൽ പൊങ്കാലയ്ക്കായി എത്തുന്ന ഭക്തജനങ്ങളും മുൻകരുതലുകളൊക്കെ തന്നെ സ്വീകരിക്കുക.